നമ്മുടെ ഇന്ത്യയിൽ ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമില്ലേ? കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് നാഗ്പൂരിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ ഹിന്ദുത്വവാദികൾ കീറിയിടുകയും ചെയ്തപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും തൻ്റെ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്. ഭരണഘടന അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ വർഗീയവാദികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? TG മോഹൻ ഇതൊക്കെ എടുത്ത് വലിയ സംഭവമാക്കി പറഞ്ഞപ്പോൾ നമ്മുടെ അൻസാരി സുവരി ഉസ്താദ് നല്ല രസകരമായി മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? ആത്മരോക്ഷമൊക്കെ തോന്നാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇതിന്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ജീവിച്ചത്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് മാത്രമല്ല, നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്തു ചോദ്യം നിരന്തരമായി അസ്ത്രം പോലെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോഴും അദ്ദേഹം നിസ്സഹായനായി പലപ്പോഴും നിന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ദുഃഖമാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി മുത്തേ? വാവേ പറ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായ അവസ്ഥ അനുഭവപ്പെട്ടു. നിസ്സഹായ അവസ്ഥ. കാരണം ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനുമില്ല. ആകെ ഈ പറയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെ വന്നിട്ട് പച്ച വർഗീയത പറയുക. അതാണെങ്കിൽ നേരെ ഒന്ന് എണീറ്റ് പോലെ നിൽക്കാൻ പറ്റുന്നില്ല. നേരെ ഒരു അതുവായി വിട്ട് തന്നെ താഴെ പോകും. അങ്ങനത്തെ മനുഷ്യരാ. എന്നിരുന്നാലും പച്ച വർഗീയത പറയാൻ യാതൊരു മനസ്താപവും ഇല്ല. എന്നെങ്കിലും ഇവന്റെയൊക്കെ വായുന്നൊരു നല്ല വാക്ക് കേരള സമൂഹം കേട്ടിട്ടുണ്ടോ? ഒരുമേനെ കുറിച്ച്, നന്മേനെ കുറിച്ച്, കരുണയെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്, സൗഹൃദത്തെ ഒന്നുമില്ല. അന്ന് കേൾക്കത്തില്ല. പച്ച തോന്നിയാസം അങ്ങനെ പറയും. ഏതൊരു സമൂഹത്തിനെതിരെ ഇങ്ങനെ വർഗീയത പറയും. ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിനെ പറയും, അല്ലെങ്കിൽ മുസൽമാനെ പറയും. ശ്വാസം മുട്ട്. എന്റെ പൊന്നണ്ണ, ശ്വാസം മുട്ട്. പങ്കജ കസ്തൂരിയും കോഴിക്കോടിന്റെ അടിയിലെ മണ്ണില്ലേ, ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി ചേർത്ത് തിന്നോക്കിയേ നിങ്ങളുടെ സകല സോക്കേടും മാറും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സോക്കേടിന് ശ്വാസം മുട്ട്. പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ശ്വാസക്കുഴലില്ലേ, ഈ ശ്വാസക്കുഴൽ മുതൽ ഈ നമുക്ക് ശ്വാസം എടുക്കാനുള്ള മുഴുവൻ നരമ്പുകളിലും ഈ വർഗീയത ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. അതിന്റെ കൊഴുപ്പ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മാവനെ ആരെങ്കിലും ഇടപെട്ട് അമ്മാവനെ സഹായിക്കണം. അമ്മാവന് ഭയങ്കര ശ്വാസം മുട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ശ്വാസം മുട്ട. കാരണം ശ്വാസനാളത്തിൽ വരെ ഈ വർഗീയത ഇങ്ങനെ കുത്തിക്കേറി നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കുക. അതുകൊണ്ട് എവിടെങ്കിലും അമ്മാവന് ഇതിന് വിദഗ്ധമായ ഒരു ചികിത്സ കൊടുക്കണം. അമ്മാവ് ഒരു വാക്കി പറ. ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ശോചനക്കുറവാണ്. ഒന്നില്ലെങ്കിൽ മാനസുത, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വയറിളക്കുക. അതോടുകൂടി വയറ് സെറ്റായി കഴിഞ്ഞാൽ പവറൈസ്. ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ചു കഴിയും. അങ്ങനൊന്നും ജീവൻ കിടക്കണമെന്നില്ല. കാരണം കേരളത്തിൽ യാതൊരു ഉപകാരം ഇല്ലാത്ത നിങ്ങളുടെ ഒന്നും ജീവൻ കിടന്നിട്ട് ഒരു കാര്യമില്ല. പോണെങ്കിൽ ഇവിടെ പോട്ടെന്ന് വിചാരിക്കണം. ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ? നാട്ടുകാർക്ക് ശല്യം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവനവൻ പഠിച്ച വിദ്യാഭ്യാസം വിവരം കൊണ്ട് നാട്ടിലേക്ക് ഉപകാരം വേണ്ടേ? 10 അക്ഷരം നാലാളുകൾക്ക് യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന മനുഷ്യർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വിഭാഗീയതയും വർഗീയതയൊക്കെ അപ്പുറം അവനവൻ പഠിച്ചെന്തെങ്കിലും വിജ്ഞാനം പങ്കുവെച്ചിരുന്നെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം പോലെ കഴിക്കാൻ വൈറ്റ് ചെയ്ത് പോകുന്നില്ല. ഇതിനൊക്കെ കാരണം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചേട്ടന്റെ കട്ടയോ ഒരു പ്രസംഗം, ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു. ആദിത്യനാഥ് പ്രസംഗിക്കുന്നു. പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ടെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടി വരും. ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ബാനറും മറ്റു ആഘോഷങ്ങളും ഒക്കെ ഞങ്ങൾ പറയുന്ന രൂപത്തിലാണ്. കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചളുക്ക് വീഴും, കുറച്ച് വെയിറ്റും ഒക്കെ പോകും. ഈ ചളുക്ക് മാറ്റാനായിട്ട് നമ്മൾ മറുവശത്തൂടെ ഇടിച്ച് ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ റാലി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സ്നേഹിക്കും. അതിന്റെ ഭാഗമായി ഞങ്ങൾ ബാനർ കിട്ടും, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, ഞങ്ങൾ തക്ബീറും മുഴക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ഞങ്ങൾ ചില ഡെന്റിങ്ങും പെയിന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ബുൾഡോസർ രാജില്ലേ, നിങ്ങളുടെ വീടും കടയൊക്കെ ഞങ്ങൾ ധ്വംസിച്ച് കളയുന്ന ഭീഷണിയാണ്. ആ പരിഹാസ രൂപമാണ്. അമ്മാവനെ എണീറ്റ് ഒരു കീഴ്വായി വിടാനുള്ള ആരോഗ്യം പോലെ ഇല്ലെങ്കിലും യോഗി ഇപ്പം പറയുമ്പോൾ
പവറേഷൻ കൂടുക. അതിങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ പറയാണ്. അപ്പൊ യോഗിയുടെ പോലീസിനെ കൊണ്ട് അടിച്ചു നിരത്തിയെന്നൊക്കെ വളരെ ഐതിഹാസികം. ഏത് അഹിംസയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്ന ആളുകളാകാം. ചിരപുരാതനമായ ഒരു സംസ്കാരം അഹിംസയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളാണ്. പറഞ്ഞാൽ അവരാണ് ഈ പറയുന്നത്. ഞങ്ങള് എതിർ ശബ്ദങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ. ഇപ്പൊ ഗൗരി ലങ്കേഷിന്റെ അടുത്ത് നമ്മൾ ആലോചിച്ചാൽ മതി. ഗൗരി ലങ്കേഷിന്റെ നെഞ്ചിലൊക്കെ എങ്ങനെ തുള വീണത്. അഭിപ്രായം അവർക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരും മതം പറയുന്നവരെയും അവർ ഈ രൂപത്തിൽ എന്ത് ചെയ്യും? വീടാണെങ്കിലും സ്ഥാപന ജന വസ്തുക്കളെയൊക്കെ ഞങ്ങൾ കുളം തോണ്ടിക്കളയും. അങ്ങനെ ചെയ്തു എന്ന് മൂപ്പര് വളരെ താല്പര്യപൂർവ്വം പരിഹാസ രൂപേണ താല്പര്യപൂർവ്വം വളരെ ഐതിഹാസിക സംഭവമായിട്ട് അവതരിപ്പിക്കാൻ. എന്നാലും ഇവന്റെയൊക്കെ മനസ്സിന്റെ വിഷം എന്തെങ്കിലും നല്ല വാക്ക് ഇവന്റെ ഒന്നും വാങ്ങി കേട്ടിട്ടുണ്ട്. കേൾക്കാൻ യാതൊരു ഇടയില്ല. ഒരു ഐ ലവ് യു മുഹമ്മദ് കേൾക്കുമ്പോൾ പേടിക്കുകയാണ്. പേടി ഉണ്ടെന്ന്. പേടി വേറൊന്നും കൊണ്ടൊന്നുമില്ല. ഒരു സമൂഹം എന്തെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തിയതും യാതൊരു പ്രതിഫലം ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പം ഇദ്ദേഹം പരിഹസിച്ച് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു ഏകദേശം 1400 കഴിഞ്ഞ് 1500 ഇപ്പൊ എത്തിച്ചേരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ചെരുപ്പിനെ കുറിച്ച് വരെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, അവിടുന്ന് കണ്ണിലിടാൻ ഉപയോഗിച്ച സുർമക്കോലിനെ കുറിച്ച് വരെ എത്രയോ ഗ്രന്ഥങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടത് ഈ ഒരു മഹാത്മാവിന്റെ പേരിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുന്ന പേര് ഈ മഹാത്മാവിന്റെ പേരിൽ. ഇങ്ങനെ എല്ലാ നിലക്കും ഒരു ഹീറോ. ഇപ്പൊ ട്രെൻഡിങ് യൂറോപ്പിലടക്കമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ ഇസ്ലാം എന്ന ആശയം നിലനിൽക്കുന്നു. അതിനേക്കാൾ മികച്ചുന്ന പല ആശയങ്ങളും ആളുകളുടെ ഉള്ളിൽ പോവുകയും അവരുടെ ആരാധനാലയങ്ങൾ വരെ എന്ത് ചെയ്യുന്നു മാറും മറ്റുമൊക്കെ ആയി പോകുന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല, തേച്ചു മായ്ക്കാൻ കഴിയുന്നില്ല. അതിന് ആക്ഷേപത്തോടെയും പരിഹാസത്തോടു കൂടിയും ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടൊക്കെ അവർ സമീപിച്ചിട്ടൊന്നും യാതൊരുവിധ പ്രതിഫലനം ഉണ്ടാകാതിരുന്നപ്പോ ഇപ്പം ആ സ്നേഹിക്കുന്ന മനുഷ്യരെ പൂർണ്ണാർത്ഥത്തിൽ അവരെ എന്ത് ചെയ്യുന്നു? ബുൾഡോസർ രാജ്യം കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അവിടുത്തെ സ്നേഹമൊന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുഹമ്മദ് നബിനെ എത്ര പേരും ആക്ഷേപിച്ചോളൂ. മുഹമ്മദ് നബിനെ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യ സമൂഹത്തെ മുഴുവനും നമുക്ക് അങ്ങ് നിശ്ചലമാക്കുമെന്ന് വിചാരിക്കാം. നിങ്ങൾ പറയുന്ന ഒരു ആശയത്തെ ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിന് ആരും ഉയർന്നതുണ്ട്. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും വേണോ? നിങ്ങൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം, നിങ്ങളിവിടെ എത്ര നേതാക്കന്മാരുണ്ട്, നിങ്ങൾ പറയുന്ന ഈ ആശയം അത് ഇന്ത്യക്കാർക്ക് മതി, അത് മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ ആശയം സ്വീകരിച്ചു. ഇപ്പൊ അമേരിക്കയിൽ എന്താണ് പുതിയ നിയമം വന്നത്? ആ മാത്യു സാമുൽ പറഞ്ഞു കേട്ടില്ലേ? ഹനുമാന്റെ പ്രതിമ വെച്ച് വലിയ ആഘോഷങ്ങളും സംഭവമൊക്കെ ആയപ്പോ അവിടുത്തെ അമേരിക്കൻ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞില്ലേ മാത്യു സാമുൽ പറഞ്ഞ ഇതുകൊണ്ട് എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു, ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യർക്ക് ധാർമ്മികതയും മാനവിക മൂല്യങ്ങളും കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുന്ന എന്തൊരു സംഗതി ലോകത്തും വിഭാവനം ചെയ്താലും അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകനോടുള്ള സ്നേഹം സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നിരിക്കെ നിങ്ങൾ ഈ ബുൾഡോസർ രാജ് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങൾ കുറച്ച് കളയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ അതിന് പേരിൽ ആയിരങ്ങൾ കൊന്നേക്കാം, വെടിവെച്ചേക്കാം. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തെക്കാൾ ഏറ്റവും മികച്ച പ്രത്യയശാസ്ത്രം കൊണ്ടുവരും. ആളുകൾക്ക് ആകർഷണീയമായ പ്രത്യയശാസ്ത്രം കൊണ്ടുവരും. സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുകയും അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവനോട് കാരുണ്യം തോന്നുന്ന എന്തെങ്കിലും ആശയം കൊണ്ടുവരും. പകരം നിങ്ങൾ JCB പൊക്കി കാണിച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വെറുതെയാണ്. ഇങ്ങനെ JCB കൊണ്ട് നിങ്ങൾ തോണ്ടാൻ തുടങ്ങിയിട്ട് നിങ്ങൾ പറയുന്ന ഈ മഹത്തായ ആശയങ്ങൾ ഈ സഹസ്രാബ്ദങ്ങൾ മുഴുവൻ കടന്നു വന്ന്